വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളത്. ജൂൺ മാസത്തെ 2 പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് 3-ാമത്തെ പാർട്ടാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ഏഷ്യ കപ്പ് അണ്ടർ 80 പുരുഷ ഹോക്കിയിൽ ജേതാക്കളായി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 4-1 തകർത്തത്. അപ്പോൾ ഏഷ്യ കപ്പ് അണ്ടർ 80 പുരുഷ ഹോക്കിയിൽ ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ജപ്പാനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നടന്ന ദേശീയ അണ്ടർ 20 പുരുഷ ഫുട്ബോളിൽ കേരളം ചാമ്പ്യന്മാരായി. ഫൈനലിൽ മിസോറാമിനെ 4-2 കീഴടക്കിയാണ് കേരളം ജേതാക്കളായത്. അപ്പോൾ ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ എന്താ നടന്നത്? ദേശീയ അണ്ടർ 20 പുരുഷ ഫുട്ബോളാണ്. കേരളമാണ് ചാമ്പ്യന്മാരായത്. അതുപോലെ തന്നെ അണ്ടർ 80 പുരുഷ ഹോക്കിയിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. IPL ക്രിക്കറ്റിൽ പന്തിൻ്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ 1000 റൺസ് തികയ്ക്കുന്ന താരമായി വൈഭവ് സൂര്യവംശി. 440 പന്തിൽ നിന്നാണ് ഈ നേട്ടം കൈവരിച്ചത്. IPL ക്രിക്കറ്റിൻ്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയ താരവും 72 സിക്സ് അടിച്ച വൈഭവ് സൂര്യവംശി തന്നെയാണ്. IPL ക്രിക്കറ്റിൽ പന്തിൻ്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ 1000 റൺസ് തികക്കുന്ന താരമാണ് ആര്? വൈഭവ് സൂര്യവംശി എന്ന് ഓർക്കുക. 2026-19 സീസണിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് കിരീടം ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സിനാണ്. ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ബാംഗ്ലൂർ ചാമ്പ്യന്മാരായത്. അപ്പോൾ 2026-19 സീസൺ ആയിരുന്നു IPL 2020 ക്രിക്കറ്റ് കിരീടം ആർക്കാണ്? ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സിനാണ് എന്ന് ഓർക്കുക. IPL ക്രിക്കറ്റിൻ്റെ 19 സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിനുള്ള ഓറഞ്ച് ക്യാപ്പ് 776 റൺസ് എടുത്ത സൂര്യവംശിയും ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തതിനുള്ള പർപ്പിൾ ക്യാപ്പ് 29 വിക്കറ്റ് എടുത്ത കഗീസോ റബാഡയ്ക്കും സ്വന്തമാക്കി. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കപ്പ് ഫ്രഞ്ച് ടീമായ PSG-ക്ക്. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കപ്പ് ഫ്രഞ്ച് ടീമായ PSG-ക്ക്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് വൈഭവ് സൂര്യവംശി. 15 വയസ്സും 71 ദിവസവുമാണ് പ്രായം. സാഫ് കപ്പ് വനിതാ ഫുട്ബോളിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. മഡ്ഗാവിൽ നടന്ന ഫൈനലിൽ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. സാഫ് കപ്പ് വനിതാ ഫുട്ബോളിലെ ഇന്ത്യയാണ് ചാമ്പ്യന്മാർ. മൊണോക്കോ ഗ്രാൻഡ് പ്രിയിൽ മെഴ്സിഡസ് ഡ്രൈവർ കിമി ആൻ്റോണില്ലയ്ക്ക് കിരീടം. കിമി ആൻ്റോണില്ലയ്ക്കാണ് കിരീടം. ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും ആദ്യ മലയാളിയുമാണ് ആര്? തക്സീൻ മുഹമ്മദ് ജംഷിദ്. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ആദ്യ മലയാളി ആരാണ്? കണ്ണൂർ സ്വദേശിയായ തക്സീൻ മുഹമ്മദ് ജംഷിദാണ്. ലോകകപ്പിനുള്ള ഖത്തർ ടീമിലാണ് ജംഷിദ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നുകൂടെ ഓടിച്ചൊന്ന് നോക്കി കളയാം. ഏഷ്യ കപ്പ് അണ്ടർ 80 പുരുഷ ഹോക്കിയിൽ ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. ദേശീയ അണ്ടർ 20 പുരുഷ ഫുട്ബോളിൽ കേരളമാണ് ചാമ്പ്യന്മാരായത്. IPL ക്രിക്കറ്റിൽ പന്തിൻ്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ 1000 റൺസ് തികയ്ക്കുന്ന താരമാണ് വൈഭവ് സൂര്യവംശി. 2026-19 സീസണിൽ IPL ക്രിക്കറ്റ് കിരീടം ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സിനാണ്. ഇതിൽ തന്നെ ഓറഞ്ച് ക്യാപ്പ് സൂര്യവംശിക്കും പർപ്പിൾ ക്യാപ്പ് കഗീസോ റബാഡയുമാണ്. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കപ്പ് ഫ്രഞ്ച് ടീമായ PSG-ക്ക്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. സാഫ് കപ്പ് വനിതാ ഫുട്ബോളിൽ ഇന്ത്യയാണ് ചാമ്പ്യന്മാർ. മൊണോക്കോ ഗ്രാൻഡ് പ്രിയിൽ മെഴ്സിഡസ് ഡ്രൈവർ കിമി ആൻ്റോണില്ലയ്ക്ക് കിരീടം. ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും ആദ്യ മലയാളിയുമാണ് കണ്ണൂർ സ്വദേശിയായ തക്സീൻ മുഹമ്മദ് ജംഷീദ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനാണ്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ എല്ലാം പഠിക്കുക. അതിൽ ഫ്രഞ്ച് ഓപ്പണാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനാണ്. വനിതാ സിംഗിൾസ് കിരീടം റഷ്യയുടെ മിറ ആൻഡ്രീവയ്ക്കാണ്. അപ്പോൾ റഷ്യയുടെ മിറ ആൻഡ്രീവയും ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവുമാണ് എന്ന് ഓർക്കുക. ഇന്ത്യയുടെ ഇഷ സിംഗിന് ഷൂട്ടിംഗ് ലോകകപ്പിൽ ലോക റെക്കോർഡോടെ സ്വർണം. ഇഷ സിംഗ് ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഷൂട്ടിംഗ് ആണ്. ഗോൾഡ് മെഡലാണ് കിട്ടിയത്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം അഫ്ഗാനിസ്ഥാനെതിരെ
ചണ്ഡീഗഡിൽ നടന്ന ടെസ്റ്റിൽ അഫ്ഗാനിസ്ഥാനെ ഇന്നിങ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 300 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏറ്റവും വലിയ വിജയം ഇന്ത്യക്ക് തന്നെയാണ്, അഫ്ഗാനിസ്ഥാനെതിരെയാണ്. 2026 ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചൈനയ്ക്ക് 1ാം സ്ഥാനം. അപ്പോൾ അണ്ടർ-20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ 1ാം സ്ഥാനം ചൈനയ്ക്കാണ്. 23ാം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരം മെക്സിക്കോ സിറ്റിയിലെ ആസ്ടെക്കെ സ്റ്റേഡിയത്തിൽ കിക്ക് ഓഫ് ചെയ്തു. 23ാം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരമാണ് നടക്കുന്നത്. മെക്സിക്കോ സിറ്റിയിലെ ആസ്ടെക്ക സ്റ്റേഡിയത്തിലാണ് കിക്ക് ഓഫ് ചെയ്തത് എന്ന് ഓർക്കുക. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം ചാമ്പ്യന്മാരായി. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസാണ് ഇവർക്ക് കിട്ടിയത്. നോർവേ ചെസ്സിൽ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ ചാമ്പ്യൻ. നോർവേ ചെസ്സിൽ വിജയിയാവുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരസഭയാണ് വർക്കല നഗരസഭ. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യശൂന്യ നഗരങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയിൽ നിന്നൊരു നഗരം, അതും കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടിരിക്കുന്നത്. അതേതാണ്? വർക്കലയാണ്. ജാർഖണ്ഡിലെ പലാമു ടൈഗർ റിസർവിലാണ് ഇന്ത്യയുടെ ആദ്യ AI അധിഷ്ഠിത മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനൊരുങ്ങുന്നത്. മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ജാർഖണ്ഡിലെ പലാമു ടൈഗർ റിസർവിലാണ് സ്ഥാപിക്കാനൊരുങ്ങുന്നത്. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ ഇങ്ങനെ പദ്ധതികളൊക്കെ ചോദിക്കാറുണ്ട്. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപയാണ് നൽകുന്നത്. അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി പശ്ചിമ ബംഗാളിലാണ്. അഴിമതി രഹിത കേരളം ലക്ഷ്യമിട്ട് വിജിലൻസ് പ്രൊജക്ട് 0 പദ്ധതി പ്രഖ്യാപിച്ച് കേരള സർക്കാർ. കേരള സർക്കാരിൻ്റെ ജനകീയ മഹാശുചീകരണ യജ്ഞമായ പരിപാടിയാണ് തുടക്കം. തുടക്കം എന്താണ്? ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടിയാണ് തുടക്കം. പ്രൊജക്ട് 0 എന്നത് അഴിമതി രഹിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ ലോകമാന്യ മധുദന്തവദെ ടെർമിനൽസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് ലോകമാന്യ മധുദന്തവദെ ടെർമിനൽസ്. ഫ്രാൻസാണ് 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് മലേഷ്യയാണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ലഡാക്കിലെ ചുമർ ആണ് ഇന്ത്യയിലെ ആദ്യ മാതൃകാ അതിർത്തി ഗ്രാമം. അപ്പോൾ ലഡാക്കിലെ ഒരു ഗ്രാമമാണ് ചുമർ, അതാണ് ആദ്യ മാതൃകാ അതിർത്തി ഗ്രാമം. കേരളത്തിലെ വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും അടുപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കതിർ. കതിർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ എന്ത് ചെയ്യുക? കാർഷിക മേഖലയിലേക്കൊക്കെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് കതിർ. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കുക ലക്ഷ്യമിട്ട് 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സെഹത് മിഷൻ. സെഹത് മിഷൻ എന്താണ്? കൃഷി, അതുപോലെ തന്നെ പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായിട്ടൊന്ന് സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ന് ഓർക്കുക. ന്യൂഡൽഹിയാണ് 2026 ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൻ്റെ വേദി. ഇപ്പം ബ്രിക്സ് എടുത്ത് ചോദിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഏതാണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ബ്രിക്സിൻ്റെ തന്നെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൻ്റെ വേദിയാണ് ന്യൂഡൽഹി. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം. അതൊരു ക്വസ്റ്റ്യനാണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ്? ജസ്പാൽ റാണയാണ്. അദ്ദേഹത്തിന് പത്മശ്രീ, അർജുന അവാർഡുകൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈയിടയ്ക്ക് അന്തരിച്ചതായതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാം. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസമാണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ്. ഒന്ന് റിവൈസ് ചെയ്യാം. 23ാം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മെക്സിക്കോയിലെ ആസ്ടെക്ക സ്റ്റേഡിയത്തിൽ നടക്കും. അതുപോലെ തന്നെ സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസാണ് സാത്വിക് ചിരാഗ് ഷെട്ടി സൈന്യം. പ്രജ്ഞാനന്ദയ്ക്ക് നോർവേ ചെസ്സിലാണ് ചാമ്പ്യനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞത് ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. അദ്ദേഹത്തിന് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ്. കുറച്ച് പദ്ധതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ
ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരസഭയാണ് വർക്കല. ജാർഖണ്ഡിലെ പലാമു ടൈഗർ റിസർവാണ് ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. അന്നപൂർണ ഭണ്ഡാർ പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളിലാണ്. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്നൊരു പദ്ധതിയാണ്. പ്രൊജക്റ്റ് സീറോ പദ്ധതി അഴിമതി രഹിതവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലാണ്. തുടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനകീയ മഹാശുചീകരണ പരിപാടിയാണ്. മഹാരാഷ്ട്രയിലൊരു സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. ലോകമാന്യ മധുദന്തവതെ ടെർമിനസ് എന്ന് പുനർനാമകരണം ചെയ്തു. 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഫ്രാൻസാണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് മലേഷ്യയാണ്. ലഡാക്കിലെ ചുമറാണ് ഇന്ത്യയിലെ ആദ്യ മാതൃകാ അതിർത്തി ഗ്രാമം. ഖദർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണത്തിലേക്കൊക്കെ അടുപ്പിക്കാനുള്ളൊരു പദ്ധതിയാണ്. സെഹത് മിഷൻ എന്താണ്? കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൻ്റെ വേദിയാണ് 2026 ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ഒരു പേജാണ് ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. അടുത്തൊരു പേജും കൂടി ഉണ്ട്. അപ്പം അങ്ങനെ ജൂണിൽ 4 പേജാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ പേജ് ഓരോ ക്ലാസ് വെച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം കണ്ട് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.